ഹലോ. ഹലോ. ആ പറയൂ, ആരാണ്? ആരിഫല്ലേ? ആ, കൊറേ കാലായി വിളിക്കണം വിളിക്കണം എന്ന് കരുതുന്നു. പേരെന്താണ്? ആരാ വിളിക്കുന്നത്? ഞാന് ഹബീബ്. ക്ലിയർ ആയില്ല. ഹബീബ്. ഹബീബ്. യാ, വെൽക്കം ഹബീബി. പറയൂ. സത്യസന്ധനായ ഒരു യുക്തിവാദിയോട് സംസാരിക്കണം കരുതിയിട്ട് കുറെ നാളെ എന്നെ 2-3 ദിവസമായി ട്രൈ ചെയ്യുന്നു. സത്യസന്ധനായ യുക്തിവാദി, എന്നിട്ട് ഇപ്പൊ എന്നെയാണ് കിട്ടിയത്? താങ്കള് അപ്പൊ ബാക്കിയുള്ള അവസ്ഥ അങ്ങനെയല്ല. താങ്കള് കളവ് പറയുന്നത് തുറന്ന് പറഞ്ഞ സത്യസന്ധനാണ്. എങ്ങനെ? കളവ് പറയുന്നത് തുറന്ന് പറഞ്ഞൊരു സത്യസന്ധനാണ്. അങ്ങനെ അധികം ആളുകളും പറയില്ല, അവര് മറച്ചു വെക്കും. അതെ അതെ, നമ്മള് നേരെ പോകുന്നതാണ്. കളവ് പറയും എന്ന് പറഞ്ഞാൽ കളവ് പറയും, കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ പറയൂല. അങ്ങനെയാണ്. അല്ലാതെ നമ്മളൊരുമാതിരി മറ്റേ അല്ലമീ എന്ന് പറഞ്ഞിട്ട് പിന്നെ തോന്നിയാസം ചെയ്യണ പരിപാടി നമുക്കില്ല. പറഞ്ഞോളൂ, നിങ്ങൾ എന്താ വിളിച്ചത്? അതെ അതെ, എന്താ വിളിച്ചു വെച്ച് കഴിഞ്ഞാല് ഞാനൊരു മുസ്ലിമാണ്. അപ്പൊ ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരാളായിട്ട് സംസാരിക്കാനുള്ള കമ്പം കൊണ്ട് വിളിച്ചാണ്. കമ്പം? ആ പറഞ്ഞോളൂ, കാര്യത്തിലേക്ക് കിടക്കട്ടെ. കാര്യം ഇപ്പൊ എന്തെങ്കിലും സബ്ജക്ട് എന്തെങ്കിലും ഉണ്ടോ, അതോ ജസ്റ്റ് വിളിക്കല്ലേ? എന്തെങ്കിലും ഇന്ന് ഫ്രീ ഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇറ്റ്സ് യുവർ കോൾ. ഓക്കെ. പിന്നെ നിങ്ങള് 2 ദിവസം മുമ്പ് പറഞ്ഞു ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇസ്ലാമിന്ന് പോവാന്ന് പറഞ്ഞു കേട്ടു. അത് ഏതാണ് അതിന്റെ ഒരു അടിസ്ഥാനം? പ്യൂർ റിസർച്ചിൽ എത്ര ശതമാനമാണ്? എങ്ങനെയാണ് പറയണത്? നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിടത്തോളം ഇസ്ലാം ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഇസ്ലാം എന്ന് ഞാൻ കേട്ടത്. അത് പിന്നെ നിങ്ങൾ പറയുന്നു അവര് തെറ്റുവരികയാണ്. ഓക്കെ, ഇസ്ലാമിലെ മുസ്ലിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് ഏറ്റവും പ്രജനശേഷി ഉള്ളത്. അവർക്ക് ആയിരിക്കും ഒരു പക്ഷെ കൂടുതൽ കൗണ്ടും. അതുപോലെ തന്നെ നമ്മള് ഒരു കുഞ്ഞ് നമ്മുടെ ഭാര്യയിൽ പ്രസവിക്കുമ്പോ തന്നെയാണ് നമുക്ക് കുഞ്ഞുണ്ടാവുക. അതല്ലാതെ ചിലപ്പം ബാസ്റ്റഡായിട്ട് ജനിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗർഭം ഇല്ലാതിരിക്കാനുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ്? മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കണേ? ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോഴേ ഗർഭം ഇല്ലാതിരിക്കാനുള്ള പല മാർഗങ്ങളും ഇപ്പൊ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഗർഭം ലഭിച്ചാലുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളാണ് അച്ഛൻ എന്നറിയാതെ എവിടെയെങ്കിലും ഒരു കുട്ടി വളർന്നു വലുതായാലും നമ്മുടെ ക്വാളിറ്റി ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. നമ്മുടെ മതം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഇനിഷ്യൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും എന്താ പറയാ, ഈ വളർച്ച ഉണ്ടാവില്ല. ഇത് ജനപ്പെരുപ്പം മുസ്ലിങ്ങളെല്ലാം മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്ന ഒരു കാരണം നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ല, പ്യൂർ റിസർച്ച് പറഞ്ഞ. അതെ, അപ്പൊ അതൊരു മോശം ക്വാളിറ്റി ആയിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മതം വളരുന്നതോ, ആള് കൂടുന്നതോ? അല്ല, മുസ്ലിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു മോശം ക്വാളിറ്റി ആയിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് ക്വാളിറ്റി ആയിട്ടല്ലല്ലോ പറയുന്നത്. നിങ്ങൾ മതം വളരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയല്ല, പെരുകുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞു, തിരുത്തി പറഞ്ഞല്ലേ? അല്ല, മുസ്ലിങ്ങളുടെ എണ്ണം കൂടാനുള്ള ഒരു പ്രധാന കാരണം ഇസ്ലാമിലേക്ക് കുറെ ആളുകൾ വരുന്നുണ്ട്, അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. പ്യൂർ റിസർച്ച് നിങ്ങൾ എടുക്കുക. ദ ഷെയർ ഓഫ് അമേരിക്കൻസ്, ഇപ്പൊ അമേരിക്കയിലെ മാത്രം കണക്കാണ് പറയുന്നുണ്ടെങ്കിൽ, ദ ഷെയർ ഓഫ് അമേരിക്കൻസ് ഹു ലീവ് ഇസ്ലാം ഈസ് ഓഫ്സെറ്റ് ബൈ ദോസ് ഹു ബിക്കം മുസ്ലിം. Like Americans in many other religious groups, a substantial share of adults who were raised Muslim no longer identify as members of the faith. But unlike some other faiths, Islam gains about as many converts as it loses. എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് 0 ആണ്, അല്ലെങ്കിൽ മൈനസ് ആണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളത് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഇത് ഞാൻ ഈ പറയുന്ന സാധനം സെർച്ച് ചെയ്യുക. The share of Americans who leave Islam is offset by those who become Muslims. അമേരിക്കൻസിന്റെ കാര്യമാണോ പറയുന്നത്? അമേരിക്കയിൽ എന്താ മുസ്ലിങ്ങളില്ലേ? അവിടുത്തെ കണക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? അല്ല, വളർച്ചയുടെ തോത് പറയുമ്പോൾ അത് ശതമാന കണക്കല്ലേ, അതെടുക്കൂലേ? എന്റെ സഹോദര, നമ്മള് വേൾഡ് വൈഡ് ആയിട്ട് മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോ നിങ്ങൾ അമേരിക്കയിൽ ഒരു കണക്ക്. എന്നാ വേൾഡ് വൈഡ് കണക്ക് ഞാൻ വേറെ പറയാം, വേണോ?
അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രാജ്യം ഞാൻ എല്ലാ കണക്കും സെയിം ആണ് കുഞ്ഞ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു സാമ്പിൾ സൈസ് എടുക്കുന്നു, അവിടെ അസസ് ചെയ്യുന്നു, അത് തന്നെയാണ് ബാക്കിയുള്ളടത്ത് നിന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ ഒക്കെ കണക്കാണ്. അതെങ്ങനെ അമേരിക്കയിലൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഉദാഹരണത്തിന് ഇസ്രായേൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ കണക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് സമയമല്ല. Of the 36 countries surveyed, 13 have sufficient sample sizes of Muslims to allow analysis of religious switching into and out of Islam. The United States is among these countries. Ini net gains and losses for Islam. Very small percentage of the overall adult population have left or joined Islam in most of the 13 countries analyzed. Remaining Muslim in several countries, nearly all adults who were raised Muslim still identify that way today, yielding high Muslim retention rates. In leaving Islam, fewer than a quarter of adults in all countries analyzed who were raised Muslim no longer identify as Muslim. Most who have left Islam either no longer identify with any religion or now identify as Christian. ഇതാണ് കണക്ക്. ഇനി ഇത് നിങ്ങൾ എവിടെ, ഇനി അമേരിക്കയിലെ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലെ കണക്കെടുക്കൂ. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ എടുക്കൂ. അവിടെ 60% ആൾക്കാരാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോഴോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാനിൽ ഇപ്പോൾ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? 90% ആണെന്നാണ് അവരുടെ ഔദ്യോഗിക കണക്ക്. പക്ഷേ സർവേകൾ പറയുന്നത് മോർ ദാൻ 60% ആളുകൾ മുസ്ലിമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോഴോ അവരൊക്കെ ഇപ്പൊ ഏതാണുള്ളത്? അവര് മതമില്ലാത്ത ആളുകൾ, ഏത്തീസ്റ്റുകൾ. അതുപോലെ ഈവൻ സൊറാസ്ട്രിയനിസത്തിലേക്ക് പോയവരുണ്ട്. ഇസ്ലാം വിട്ട് കഴിഞ്ഞാല് അത് എത്തിനാണ് അർത്ഥം. ഇസ്ലാം വിട്ടിട്ട് അവര് ഏത്തീസ്റ്റ് ആയവരുണ്ട്, സൊറാസ്ട്രിയനിസത്തിലേക്ക് പോയവരുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയവരുണ്ട്, പലതിലേക്കും പോയവരുണ്ട്. അത് ഏതിലേക്ക് പോയി എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇസ്ലാം വിട്ടോ ഇല്ലയോ ഇതല്ല ഇവിടുത്തെ വിഷയം. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചപ്പോ ഇസ്ലാം വിടുന്നുണ്ട് എന്നുള്ള കാര്യം. അല്ലല്ല, നിങ്ങൾ തന്നെ പറഞ്ഞ ഇസ്ലാം വിടുന്നുണ്ടോ ഇല്ലേ? ഇസ്ലാം വിടുന്നു എന്നുള്ളതിന് തെളിവ് വേണം. കണക്കല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തപ്പി നോക്കിയാലോ? ഇത് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്താ തപ്പാൻ പറ്റാത്ത? ഗൂഗിൾ എടുക്കുക എന്നിട്ട് തപ്പുക. ഗൂഗിൾ എടുത്തിട്ട് തപ്പുക. ഇറാനില് നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ ഞാൻ സൗകര്യമില്ല, ഇതൊക്കെ പലതവണ കാണിച്ചിട്ട് ഉള്ളതാണ്. എന്റെ തന്നെ ചാനലിൽ കിടപ്പുണ്ട്, സൗകര്യം പോയി കാണാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്ത് തരാൻ ഞാൻ നിങ്ങൾ ഗുമസ്തനല്ല. ഓക്കെ, അപ്പൊ പോയി തപ്പ. അപ്പൊ എന്റെ ചോദ്യം നമ്മള് അതിപ്പോ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നില്ല. അത് ഞാൻ വേണമെങ്കിൽ തപ്പിയെടുക്കുക. അല്ല, അതാണ് നിങ്ങൾ ജെന്യുവിനാണ്. അതാണ്, ബാക്കിയുള്ള ആളുകൾ അങ്ങനെയല്ലോ. അപ്പോ നിങ്ങൾ ഇപ്പൊ ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ പ്രസവിക്കുന്നു എന്നുള്ളത് എന്ത് കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി? എന്തായിരിക്കും അതിന്? അത് എന്തായിരിക്കും കാരണം? ബാക്കിയുള്ളവർ മനുഷ്യന്മാരനല്ലേ? 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, മുസ്ലിം പോപ്പുലേഷനിലാണ് ഫെർട്ടൈൽ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ. അതായത് കല്യാണം കഴിക്കബിൾ ആൻഡ് പ്രസവിക്കബിൾ ഏജിലുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ മുസ്ലിങ്ങളുടെ ഇടയിലാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ. കല്യാണം കഴിക്കുന്നത് കൊണ്ടെന്നല്ല, കല്യാണം കഴിക്കാൻ ഉള്ള പ്രായത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട്. അതെ, വലിയ കല്യാണം കഴിക്കാൻ മറ്റോടത്തും കഴിക്കുന്നുണ്ടെന്നേ, അതിനുള്ള ആളുകൾ വേണ്ടേ? അവര് കല്യാണം കഴിക്കാനുള്ള ആളുകൾ അവരുടെ ഏജിൽ ഇല്ലാന്നാണോ പറയുന്നത്? അതിന്റെ എണ്ണം ഇസ്ലാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ട് അതെന്താ കാരണം? അവരെന്താ പ്രശ്നം? പോപ്പുലേഷൻ കുറവായതുകൊണ്ട്. അവര് കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അവര് വളരെ യങ് ഏജിൽ കല്യാണം കഴിക്കില്ല. ബാലവിവാഹമൊന്നുമില്ല, കുട്ടികളെ ഒന്നും പിടിച്ച് കെട്ടിക്കൂല. അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ ഓരോ കുടുംബത്തിലുള്ള കുട്ടികളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് 1-2 കുട്ടികളൊക്കെ ഉള്ളൂ. ഫെർട്ടിലിറ്റി, അതായത് ആ പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് മറ്റുള്ള പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ബിലോ 2 ആണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ അത് അപ് ടു 3 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടായിരിക്കും. ഒരു കാരണം അത് തന്നെയാണ്, വിദ്യാഭ്യാസം കുറവ്. പട്ടിണി കോലങ്ങളാണ് മിക്കവാറും. അതുകൊണ്ടൊക്കെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസിലാണ് കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ല, ഈ പട്ടിണി കൂടുമ്പോൾ ആളുകളുടെ എണ്ണം കുറയില്ലേ? ഇല്ല, പട്ടിണി കൂടുമ്പോൾ അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ വരെയും അവർ ഈ തരത്തിലുള്ള പോപ്പുലേഷൻ കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ കുറയുകയും അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ്. അപ്പൊ പട്ടിണി കൂടി കഴിഞ്ഞാൽ ജനസംഖ്യ കൂടും. പട്ടിണി കൂടുമ്പോൾ അവർക്ക് മറ്റുള്ള സാധനങ്ങൾ കുറയുന്നതുകൊണ്ട് അവർക്ക് പോപ്പുലേഷൻ കൺട്രോൾ ഇല്ല. അതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ,
അപ്പൊ പട്ടിണി കൂടുക എന്നുള്ളത് ജനസംഖ്യക്കുള്ള ഒരു കാരണമായിട്ട് ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പട്ടിണി കൂടുതലാണെന്നാണ് ഈ പറഞ്ഞത്. അല്ലാതെ പട്ടിണി കൂടിയതുകൊണ്ട് ജനസംഖ്യ ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ആ സാധനങ്ങൾ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ഫാക്ട്സ് ആയിട്ട് എടുക്കാം. അതാ പറയുന്നത്, ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പട്ടിണി കൂടുതലാണ്, അതാണ് ഇതിന്റെ കാരണം. അപ്പൊ ജനസംഖ്യ കൂടി കഴിഞ്ഞാല് പട്ടിണി കൂടും, പട്ടിണി കൂടുമ്പോ ജനസംഖ്യ കൂടും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് എന്താ തേർഡ് വേൾഡ് കൺട്രി, ആഫ്രിക്ക പോലത്തെ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാലോക രാജ്യങ്ങൾ. എന്താണത്? അതിന്റെ അർത്ഥം എന്താ? പട്ടിണി പാവം പിടിച്ച കുറെ രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതെ. അതിന് കാരണം ഒന്ന് പട്ടിണിയാണ്, അവർക്ക് വിദ്യാഭ്യാസം. തേർഡ് വേൾഡ് കൺട്രീസിൽ പോപ്പുലേഷൻ കൂടുതലാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വിദ്യാഭ്യാസവും ഇല്ല, ഭക്ഷണവും ഇല്ല, അതുകൊണ്ട് അവരെല്ലാം ഉണ്ടാവുന്നുണ്ട് പറയുന്നത്. അവിടെ പോപ്പുലേഷൻ കൺട്രോൾ ഇല്ല, അതാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം കൂടുമ്പോ പോപ്പുലേഷൻ കൺട്രോൾ കൂടുതൽ ഉണ്ടാവും, ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കും, ഇപ്പൊ എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ നാട്, ഞാൻ ഇപ്പൊ കേരളത്തിലാണ്, കേരളത്തിലുള്ള ജനങ്ങളൊക്കെ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരും, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മൊത്തം. അപ്പൊ വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരും. അതെ, പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാവും, ഫലപ്രദമായിട്ട് നടക്കും. അതെ, അപ്പൊ മനുഷ്യരുടെ എണ്ണം കുറക്കാനാണ് വിദ്യാഭ്യാസം കൂട്ടുന്നത്. വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ, പെറ്റി കൂട്ടില്ല, പന്നി പറഞ്ഞ മാതിരി. പന്നിക്ക് വിദ്യാഭ്യാസം. അപ്പൊ നമ്മള് അപ്പൊ വിദ്യാഭ്യാസം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യരനെ ഇല്ലാതാവും. വിദ്യാഭ്യാസം കൂടുതൽ കൊടുത്താൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ അടിമകളാക്കി വെച്ച് പ്രസവ യന്ത്രങ്ങളാക്കാൻ കിട്ടില്ല. അതെങ്ങനെ? പെണ്ണുങ്ങളുടെ എണ്ണം കൂടിയ പ്രസവം കൂടുമോ? പെണ്ണുങ്ങളെ പ്രസവ യന്ത്രങ്ങളാക്കാൻ കിട്ടില്ല. അവരെ നിങ്ങൾ പലകപ്പുറത്ത് പൂശാൻ വിളിച്ചാൽ അവർ വരില്ല. അല്ല ആയിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ 4 വിവാഹം കഴിച്ചെന്ന് വിചാരിക്കാം. പിന്നെ അതില് എന്റെ ഒരു ആദ്യത്തെ ഭാര്യയുടെ പേര് A, രണ്ടാമത്തെ B, പിന്നെ C, D അല്ലേ? ഓക്കെ. ഞാന് എന്റെ 4 പെണ്ണിനെയും ഞാൻ കെട്ടിക്കഴിഞ്ഞു. അപ്പൊ 4 അടുത്ത വർഷം പ്രസവിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അടുത്ത വർഷം എനിക്ക് 4 കുഞ്ഞുണ്ടായി. ഇനി വേറെ ഒരു എന്താ പറയാ, ഈ ABCD EFGH 4 പെണ്ണുങ്ങൾ. അതിനൊന്ന് ആരിഫ് കെട്ടി, ഒന്നിനെ ലിയാഖത്ത് കെട്ടി, ഒന്നിനെ ജബ്ബാർ മാഷ് കെട്ടി, ഒന്നിനെ രവിചന്ദ്രൻ കെട്ടി. ഇവര് 4 പേരും ബന്ധപ്പെട്ടു. അടുത്ത വർഷം 4 കുഞ്ഞിനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ 4 ആണുങ്ങൾ കൂടിയിട്ട് 4 പെണ്ണിനെ കെട്ടിയാലും ഒരാണ് 4 പെണ്ണ് കെട്ടിയാലും ഈ പെണ്ണ് പെറ്റിട്ട് വേണ്ടത് ഉണ്ടാവാന്. അപ്പൊ പിന്നെ എങ്ങനെ ജനസംഖ്യ കൂടെ 4 പെണ്ണ് ഒരാൾ കെട്ടി എന്ന് വിചാരിച്ചിട്ട്? അതായത് ഇപ്പൊ ഞാന് കെട്ടി, ലിയാഖത്ത് കെട്ടി, ജബ്ബാർ മാഷ് കെട്ടി, നിങ്ങളും കെട്ടി, രവീന്ദ്രനും കെട്ടി. ഓക്കെ, പിന്നെ നിങ്ങളും കെട്ടിയല്ലോ 4 എണ്ണത്തിന്. അല്ല ഞാനും, അപ്പൊ എനിക്കും 4 കുട്ടി, അവർക്കും 4 കുട്ടി. പക്ഷേ 4 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പെണ്ണെന്നെ പ്രസവിക്കണ്ടേ? പറഞ്ഞുതരാം എന്താന്ന്. ഓക്കെ, ഇപ്പൊ എത്ര കുട്ടിയായി? മൊത്തം 8 കുട്ടികള്. മൊത്തം നിങ്ങൾക്കും 4 കുട്ടി, മൊത്തത്തിൽ എനിക്കും 4 കുട്ടി. മൊത്തം 8 കുട്ടികളായില്ലേ? 8 കുട്ടികളായി. നിങ്ങൾ അടുത്ത പ്രസവം എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ എപ്പോഴാണ് ഇപ്പൊ അത് അടുത്ത പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതെ, അടുത്ത പ്രസവം എപ്പോഴാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പറയൂ. എന്റെ ഭാര്യയും എന്റെ സൗകര്യം പോലെയല്ലേ? അതെ, എപ്പോഴായിരിക്കും? അത് വേണമെങ്കിൽ ഒരു 2 വർഷം മുല കൊടുക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ 2 വർഷം മുല കൊടുക്കും, പാല് കൊടുത്ത് അവര്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, നമ്മളൊരു പ്രസവം കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും, അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പോൾ അവരൊരു 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത പ്രസവത്തിന് പോവുക. പക്ഷെ നമ്മൾ ഈ 10 വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 വർഷം കൂടുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായി? നമ്മൾ 10 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി 4 കുട്ടികളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഈ 10 വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഈ ഓരോ കുട്ടികൾ വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 4 ഭാര്യമാരിലും. അപ്പോൾ എത്രയായി? 10/2. അപ്പോൾ എത്ര വർഷം? അതായത് 2 വർഷം കൂടുമ്പോൾ ഓരോ കുട്ടികൾ. അപ്പോൾ 5 തവണ നിങ്ങൾ പ്രസവിക്കും. 5 തവണയും ഈ 4 ഭാര്യമാരും പ്രസവിക്കും. ഇപ്പൊ എത്ര കുട്ടികളായി 10 വർഷം കൊണ്ട്? 4x5 20 കുട്ടികൾ. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 കുട്ടികളും നമുക്ക് അപ്പോഴും 4 കുട്ടികൾ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈ പെറ്റ് കൂട്ടുക, പന്നി പറഞ്ഞ പോലെ പെറുക എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? കണക്ക് മനസ്സിലായില്ലേ? അതിൽ തെറ്റുണ്ട്. കണക്ക് മനസ്സിലായോ? കണക്ക് നിങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് പറയും? തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുഞ്ഞു, നിങ്ങൾക്ക് ഒരു ആരിഫിന് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം 10 വർഷം നിങ്ങളുടെ ഭാര്യക്ക് റെസ്റ്റ് കൊടുക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ.
റെസ്റ്റ് അല്ല, അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയും എടുക്കാൻ വേണ്ടി അവരെ വെറുതെ വിടുന്നു, അവരുടെ സൗകര്യത്തിന് വിടുന്നു. അല്ല അത് വിടാ, അവര് ജസ്റ്റ് വിദ്യാഭ്യാസം വേറെ കൂലിപ്പണിക്ക് വേണമെങ്കിൽ പോയിക്കോട്ടെ, പെണ്ണല്ലേ. അല്ല, നമ്മളത് അവര് പോവാണ്, അവരതിന്റെ കാര്യത്തിന് പോവാണ്. നമ്മളല്ലാതെ അവരെ പ്രസവ യന്ത്രമാക്കിയിട്ട് അവിടെ തളച്ചിടുന്നില്ല. ആയിക്കോട്ടെ, മനസ്സിലായി. അപ്പം ആരിഫ് 10 വർഷം ഗ്യാപ്പ്, നിങ്ങളും ഭാര്യയും 10 വർഷം ഗ്യാപ്പ് എടുക്കുമ്പോ എന്താ അവിടെ സംഭവിക്കണത്? 10 വർഷം കഴിയുമ്പോഴും ഓരോ കുട്ടി തന്നെ ഉള്ളൂ. ഉള്ളൂ. അപ്പൊ ആ 10 വർഷം ഗ്യാപ്പ് എടുക്കുന്നത് കൊണ്ടാണ് അവിടെ എണ്ണം കുറയണത്, അല്ലാതെ ഞാൻ 4 എണ്ണം കെട്ടിയത് കൊണ്ടല്ല. അതാ പറയണത്. പക്ഷെ നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് എന്താ ചെയ്യണത്? അതെന്താ പറയാത്തെ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ നിങ്ങൾ 10 വർഷത്തിന്റെ ഇടയിൽ 4 കെട്ടുകയും ചെയ്തു. ഈ 2 വർഷം കൂടുമ്പോ ഈ 4 പെണ്ണുങ്ങളെ നിങ്ങൾ ഗർഭിണിയാക്കുകയും ചെയ്തതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 20 കുട്ടികളെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ പരാതി ഞങ്ങൾ പറയാത്തോണ്ടാണ് നിങ്ങൾ കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കണേന്ന്. അതെങ്ങനെ ശരിയാവും? അതല്ല അരിഫ, എന്റെ പോയിന്റ്, നമ്മൾ കൂടുതൽ 4 ഭാര്യ ഉണ്ടായി എന്ന് കരുതിക്കൊണ്ടല്ല അവിടെ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് 4 ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ എന്നല്ലേ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? അല്ല, ഞങ്ങൾ കൂടുതൽ പെണ്ണ് കെട്ടുന്നത് കൊണ്ടാണ്, മുസ്ലിങ്ങൾ കെട്ടുന്നത് കൊണ്ടാണ്. പെണ്ണുങ്ങൾ കൂടുതൽ കെട്ടുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ കൂടുതൽ പെറ്റ് കൂട്ടുന്നത് കൊണ്ടാണെന്നാ പറഞ്ഞത്. അതിന്റെ ഒരു കാരണം നിങ്ങൾ സാധാരണ പറഞ്ഞു നടക്കാറുള്ളത്, ഞങ്ങൾ 4ഉം 5ഉം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ 4 പെണ്ണുങ്ങളെ വെച്ചിട്ട് ആണ് ഞങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പൊ അറബികളായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. അതൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. നിങ്ങൾ പന്നി പെറുന്ന പോലെ പെറുന്നു, ഇതാണ് നമ്മൾ പറയുന്നത്. 4 കെട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമ്മുടെ പ്രശ്നമൊന്നുമല്ല. 4 കെട്ടുന്നതൊന്നുമല്ല നമ്മൾ ഇവിടുത്തെ പ്രശ്നം. എന്തേ 4 കെട്ടുന്നതിനെ കുറിച്ചാണോ നമ്മൾ എവിടെയും പറയാറുള്ളത്? കൂടുതൽ പെണ്ണ് കെട്ടുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ കൂടുതൽ പ്രസവിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഫാമിലി പ്ലാനിങ് നിങ്ങൾ എടുക്കുന്നില്ല. അത് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയണത് അതായത് ഞങ്ങളെ ഭാര്യമാരിൽ നിങ്ങൾ 10 വർഷം അതായത് ഞങ്ങളെ ഭാര്യമാരെ പ്രസവ നിയന്ത്രണമാക്കി വെക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് അതല്ല നിങ്ങൾ പറഞ്ഞു തന്നെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് പ്രസവിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രസവിക്കുന്നത് അവരുടെ. അതാ പറഞ്ഞേ, പ്രസവിക്കാൻ കഴിവുള്ള യന്ത്രമാണെങ്കിൽ ആ യന്ത്രം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, അതല്ലേ ഉദ്ദേശിച്ചത്? പ്രസവിക്കാൻ കഴിവുണ്ടാവും, കുട്ടികളെ നോക്കാൻ കഴിവുണ്ടാവും. ഇനിയിപ്പോ ഒരു കാര്യം പറയാതിരിക്കെ, എന്റെ ഭാര്യ പ്രസവിച്ചു. അപ്പൊ ആ സ്ത്രീക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയെ ജോലിക്ക് വിടുവോ അതോ പ്രസവിക്കാൻ നിർത്തുവോ? അവർക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് പോവും, അതിന് വിടും. അവര് പഠിച്ചിട്ടില്ല, ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലോ? അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്നല്ല, അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിനുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തിട്ടില്ല, അവർക്ക് ജോലി ലഭിക്കുകയുമില്ല എന്നുള്ളൊരവസ്ഥ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ എന്റെ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങളുടെ ഭാര്യയുടെ കാര്യമില്ല ഞാൻ ചോദിക്കുന്നത്. ഇത് നിങ്ങൾ സാങ്കല്പികമായ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ ഭാര്യനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ പറയുന്ന ഭാര്യ, നിങ്ങൾ പറയുന്ന ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിലുള്ള തൊഴിലുകൾ എടുക്കാൻ പറ്റാത്ത തരത്തിൽ ആണ് സ്ത്രീ നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഭാര്യ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് സ്വാഭാവികമായിട്ട് പോകാൻ കഴിയില്ല. അപ്പോ നിങ്ങൾ അവരെന്ത് ചെയ്യും? ആദ്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ജോലി നേടിക്കൊടുക്കുക എന്നുള്ളത് മുഴുവൻ ഓഫീസിൽ AC-യുടെ അണ്ടറില് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ മാത്രമല്ല, ഒരുപാട് ജോലികളുണ്ട്. നമ്മളെ നാട്ടിലുള്ള സ്ത്രീകള് പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ അതല്ലല്ലോ ചോദിക്കുന്നത്, ഈ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നേടുന്ന തൊഴിലിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതെ, വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നിങ്ങൾ മറ്റേ കുറച്ച് കൂടിയ ജോലികൾ മാത്രമാണ് സ്ത്രീകൾക്ക് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ കളക്ടർ ആവുന്നത് എന്താ നല്ലതല്ലേ? എത്ര കളക്ടർ ആവാം കേരളത്തില്? ആണുങ്ങൾ എത്രയാവുന്നുണ്ടോ അത്രയും പെണ്ണുങ്ങൾക്കും ആവാം. അതിനെന്താ? ആയിക്കോട്ടെ, എത്ര ആവാൻ പറ്റും? എത്ര എണ്ണം ആവണം നിങ്ങൾ പറയും? എത്ര എണ്ണം ആവണം എന്ന് പറയുന്നത്? ഒരു പരിധി. എന്താ പരിധി? ഇവിടെ ഇപ്പൊ ചില പ്രൊഫഷണൽ സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ കൂടുതലും. അപ്പോഴോ ഇപ്പൊ നഴ്സിംഗ് പ്രൊഫഷൻ നിങ്ങൾ എടുക്കുക, നഴ്സിംഗ് പ്രൊഫഷനിൽ കൂടുതൽ സ്ത്രീകളല്ലേ? അപ്പോഴോ ശമ്പളത്തിന്റെ കാര്യം ഇവിടെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ശമ്പളത്തിന്റെ കാര്യമല്ലല്ലോ ഇപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ഒരു നഴ്സിംഗിന് ജോലിക്ക് ഒരു സ്ത്രീക്ക് കാരണം, അപ്പൊ അതിന് വിദ്യ അഭ്യസിക്കണം. നിങ്ങൾ ആ വിദ്യ അഭ്യസിക്കാൻ ആ സ്ത്രീയെ നിങ്ങൾ വിടുന്നില്ല, ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? വിദ്യ നമ്മൾ എപ്പോഴാണ് വിവാഹിക്കണം? ഞാൻ 1ാം ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവരുന്നുണ്ടോ? എന്താ ക്ലിയർ ആയില്ല എന്താ ഡിഗ്രി ക്ലിയർ ആയില്ല. റേഞ്ച് പോകുന്നു. ക്ലിയർ ഉള്ളിടത്ത് വന്ന് നിൽക്കൂ, റേഞ്ച് ഉള്ളിടത്ത് വന്ന് നിൽക്കൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞേ. നമ്മള് എപ്പോഴാണ് പെണ്ണിനെ വിവാഹം കഴിക്കണത്? ഇവള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ, +2 ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ?
അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണ്, അവൾക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ വിദ്യ അഭ്യസിക്കാൻ അവളെ അനുവദിക്കുന്നില്ല. ആര് പറഞ്ഞു? അതാണല്ലോ ഇവിടുത്തെ അവസ്ഥ. അഫ്ഗാനിസ്ഥാനിൽ എന്താ നടക്കുന്നത്? ഏത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അഫ്ഗാനിസ്ഥാനിൽ എന്താ നടക്കുന്നതെന്ന് പറയൂ. അതെന്താ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എടുക്കൂലേ? അഫ്ഗാനിസ്ഥാന്റെ കാര്യമാണ് അപ്പൊ പറയണേ. അഫ്ഗാനിസ്ഥാനിൽ എന്താ മുസ്ലിങ്ങളില്ലേ, ഇസ്ലാമില്ലേ? അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? അവിടുത്തെ പ്രശ്നം അഫ്ഗാനിസ്ഥാനിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പെറ്റ് പെരുകിയിട്ടുള്ളത്. അവിടെ വലിയ പ്രശ്നമാണ്, അറിയില്ലേ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ട്. അവിടെ ആളുകൾ മരിക്കുകയാണ്, പട്ടിണിയാണ്, കുട്ടികൾ ചാവുന്നു. കുട്ടികൾ വിശന്ന് പൊരിയുന്ന കാരണം അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തി ഉറക്കുകയാണ്. ആരിഫ് ഇപ്പൊ എവിടെ പോയത് അറിയോ? നമ്മൾ ഇസ്ലാമുള്ളടത്തൊക്കെ പോകും. അതിന് നിങ്ങൾക്ക് എന്താ വിഷമം? അവിടെ എല്ലാ പ്രശ്നവും നിങ്ങൾ മുസ്ലിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലം എടുക്കണം. മുസ്ലിങ്ങൾ പെറ്റു വരുന്ന സ്ഥലമല്ലേ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങൾ പെറ്റുപെരുകയും പട്ടിണി കിടന്ന് ചാവുകയും ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ എടുക്കുന്നത്. അതെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താ, ജനപ്പെരുപ്പം കൂടി പട്ടിണി കിടന്ന് ചാവുന്നു. മുസ്ലിങ്ങൾ ഇല്ലാതാവുന്ന സ്ഥലമാണ് കൊടുക്കുന്നത്. മുസ്ലിങ്ങൾ പെറ്റുപെരുകി ആ കുട്ടികൾ പട്ടിണി കിടന്ന് ചാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലെ കാര്യം. അവിടെ പെണ്ണുങ്ങളെ വിദ്യ അഭ്യസിക്കാൻ വിടുന്നില്ല, അവരെ പേറ്റ് യന്ത്രങ്ങളാക്കി നിലനിർത്തുന്നു. ഇതെന്താ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പാട്? അതിനെന്താ കാരണം എന്താണെന്ന് നിങ്ങൾ പറയാത്തെ? അഫ്ഗാനിസ്ഥാൻ എനിക്ക് എടുക്കുന്നതിന് താല്പര്യം. അതെന്താ താല്പര്യമില്ലാത്ത? അതല്ല പോയിന്റ് എവിടെയാണ്? പോയിന്റ് ഞാൻ ചോദിച്ചത് തന്നെ. ഞാൻ എന്താ ചോദിച്ചത് നിങ്ങളോട്? വിദ്യ അഭ്യസിക്കാൻ വിടുന്നില്ല എങ്കിൽ ആ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചത്? ഞാൻ വിദ്യ അഭ്യസിക്കാൻ വിടുന്നുണ്ടെന്ന്. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിടാത്ത സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതിന് അഫ്ഗാനിസ്ഥാനാണ് ഉദാഹരണം. അവിടെ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് പറയൂ. അഫ്ഗാനിസ്ഥാനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ആരിഫിന് അറിയണ പോലെ തന്നെ എനിക്കും അറിയുള്ളൂ. എനിക്ക് അറിയുന്നുണ്ടാണല്ലോ ഞാൻ പറഞ്ഞു. എന്നാ നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് പറയൂ. അഫ്ഗാനിസ്ഥാനിൽ എന്താണ്, അവിടെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധമൊന്നും നടക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ എന്താ യുദ്ധം നടക്കണേ? യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ യുദ്ധം? അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ എന്ത് യുദ്ധമുള്ളത്? അമേരിക്കക്ക് അവിടെ നിന്ന് പോയി. അഫ്ഗാനിസ്ഥാനില് അമേരിക്ക ഒന്നുമില്ല. ഇപ്പൊ നിലവിൽ എന്താ അവിടെ നടക്കുന്നത് അത് പറയൂ. അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാനാണ്. അവിടെ എന്താ യുദ്ധമുള്ളത്? അമേരിക്കയുടെ ആയുധങ്ങൾ വെച്ചിട്ട് താലിബാനെ ഭരിക്കണത്. അതെ, അപ്പൊ താലിബാൻ അവിടെ ഭരിക്കുമ്പോ ഇസ്ലാമിക ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ കുട്ടികൾ ചത്തു വീഴുന്നത്? ഇപ്പോഴും ഇന്ന് മരിച്ചോ? അതെ. എന്നത്തെ കാര്യം പറയണേ? ഇന്നലെ മിനിയാന്ന് എങ്ങനെ മരിച്ചു? കുട്ടികൾ പട്ടിണി കിടന്നിട്ട്. എന്നിട്ട് മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ? അതെ, കുറയല്ല, അവിടെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കൊണ്ട് പട്ടിണി വർദ്ധിക്കുകയാണ്. എന്നിട്ട് എണ്ണം കൂടിയാണ് വരുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനിയന്ത്രിതമായ വർധനവ് എന്ന് വെച്ചാൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ഇല്ല. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്നു, കുട്ടികൾ പട്ടിണി കൊണ്ട് ചാവുന്നു, പട്ടിണി മരണം കൂടുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പറയൂ, എന്താ കാരണം? പട്ടിണി കടന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഭക്ഷണം കൊടുക്കണം? ഭക്ഷണം കിട്ടാൻ അവിടെ ജോലിയില്ല. ജോലി എടുക്കാൻ സ്ത്രീകളെ അനുവദിക്കില്ല. എന്ത് ചെയ്യും? ജോലി എടുക്കാൻ അവിടെ എന്താ ഉള്ളത്? അമേരിക്കയൊക്കെ പോയിട്ട് കാലം കുറെ ആയി. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയിട്ട് കാലം കുറെ ആയി. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം പറയും. ഇപ്പൊ അവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും യുദ്ധമൊന്നും നടക്കുന്നില്ല. ഇനി പുതിയ യുദ്ധം നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. നിലവിലെ കാര്യം പറയും. 50-60 കുട്ടികളെയൊക്കെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ല? അറിഞ്ഞു. അതല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ വിഷയം. ഇവിടെ ഇപ്പൊ നിലവിൽ കുട്ടികൾ മരിക്കുന്നത് പട്ടിണി കിടന്നിട്ടാ. അതിനെ കുറിച്ച് പറയൂ. പട്ടിണി കടന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ, ആഫ്രിക്കയിൽ മരിക്കുന്നുണ്ട്. അതെ, ആഫ്രിക്കയിൽ ഏത് സ്ഥലം വേണം പറയൂ. സോമാലിയയിൽ മരിക്കുന്നുണ്ട്. സോമാലിയയിൽ എങ്ങനെയാ മരിക്കുന്നത്? സോമാലിയയിൽ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? പട്ടിണി കടന്ന ആരിഫായാലും മരിക്കൂല. അതെ, എന്തുകൊണ്ടാ പട്ടിണി വരുന്നതെന്ന് പറയൂ. പട്ടിണി കിടക്കുന്ന ദരിദ്ര രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ദരിദ്രരാവുന്നത്? ദാരിദ്ര്യത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മളെ നാച്ചുറൽ റിസോഴ്സ് എടുത്തിട്ട് വേറെ രാജ്യങ്ങൾ കവർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ, അതുപോലെ യുദ്ധങ്ങൾ നടന്നതിന് ശേഷമുള്ള രാഷ്ട്രങ്ങളാണെങ്കിൽ, പിന്നെ അതുപോലെ എന്താ പറയാ, അതന്നെ ഒരു അസ്ഥിരത ഉള്ള രാഷ്ട്രങ്ങള്. അസ്ഥിരത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആരാണ് അസ്ഥിരത ഉണ്ടാക്കുന്നതെന്ന് പറയൂ. അഫ്ഗാനിസ്ഥാനിലും സോവിയറ്റ് യൂണിയൻ ആദ്യം കുറെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ നിലവിലത്തെ കാര്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പഴയ കഥ പറയാൻ പോവാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി പോലും ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മുഹമ്മദ് നബിക്ക് ദാരിദ്ര്യം ഉണ്ടായത് അമേരിക്ക കാരണമാണോ? ഭക്ഷണം കഴിച്ച ആളാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. അതെ, അപ്പൊ മുഹമ്മദ് നബിക്ക് ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം അമേരിക്കയാണോ? മുഹമ്മദ് നബി മിസ്കീനായിട്ട് ജീവിക്കാനാ പ്രാർത്ഥിക്കുന്നത്. അതെ, മുഹമ്മദ് നബി അങ്ങനെ ദരിദ്രനായത് അമേരിക്ക കാരണമാണോ എന്ന്?
മുഹമ്മദ് നബിന്റെ ഭക്ഷണം മുഹമ്മദ് നബിക്ക് അത്ര മതി. നമ്മളെപ്പോലെ അത്ര മതി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മുഹമ്മദ് നബി കൊള്ളയടിക്കാൻ പോയത്? ബദർ കൊള്ള എന്തിനാ നടത്തിയത്? എന്തിനാണ് ഓരോ ഈ ഗോത്രം കൊള്ളയടിക്കാൻ പോണത്? എന്തിനാ? സ്ത്രീകളെ പിടിച്ചെടുക്കണം എന്തിനാ? അടിമച്ചന്തയിൽ കൊണ്ട് വിറ്റത് എന്തിനാ? ഏതെങ്കിലും ഒന്നിൽ നിൽക്കാം. ഇത് നിങ്ങൾ പറയുന്നതിന്റെ ബാക്കിയാണ് ഞാൻ പറയണത്. അത് ശരി, അതിന്റെ ബാക്കി പറയാൻ പാടില്ലേ? ഒരു സെക്കൻഡ്, ഞാൻ അതിലേക്ക് പോകാൻ തയ്യാറാണ്. ഒരു 10 സെക്കൻഡ് ഞാൻ പറയട്ടെ. നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ വിഷയം മുസ്ലിം ജനസംഖ്യ കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ പല കാരണങ്ങൾ പറയാറുണ്ട്. അതിനെ ചൊല്ലിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എന്താണ് കാരണം? അപ്പൊ മുസ്ലിങ്ങളുടെ എണ്ണം ഇവിടെ അഭൂതപരമായിട്ട് കൂടുന്ന ഒരു രാഷ്ട്രത്തിൽപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തെ 2ാമത്തെ 3ാമത്തെ ഒക്കെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നേരെ അഫ്ഗാനിസ്ഥാനിലോട്ട് പോയി. നിങ്ങളല്ലേ പറഞ്ഞത് സ്ത്രീകളെ വിദ്യാഭ്യാസിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടല്ലേ അഫ്ഗാനിസ്ഥാനിൽ അതില്ല എന്ന് പറയേണ്ടി വന്നേ? അതെ, അതിന് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്ന എന്തിന്റെ പേരില? നിങ്ങളുടെ മതം അനുവദിക്കുന്നുണ്ടോ? സ്ത്രീക്ക് വിദ്യാഭ്യാസിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? എന്താ പറയുന്നത്? ഉണ്ടോ? യെസ് ഓർ നോ? ഇസ്ലാം സ്ത്രീകളോട് വിദ്യാഭ്യാസം നേരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്ത് നൂർ എടുത്ത് വെച്ച് വായിക്കൂ. അതിനകത്ത് എന്താ പറയുന്നത്? സ്ത്രീകൾ വീട്ടിനകത്തിരിക്കണം, തുന്നൽ പഠിച്ചിരിക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നത്? അതിന്റെ അർത്ഥം സ്ത്രീകൾ വീട്ടിനകത്ത് ജോലിക്ക് പോകാൻ പാടില്ല സ്ത്രീകൾ. അപ്പൊ ഞാൻ വീട്ടിലെ കുടുംബത്തിലേക്ക് പോകട്ടെ. നിങ്ങൾ അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഇസ്ലാമിന്റെ മേന്മകൊണ്ടാണോ അതോ ഇന്ത്യയിലെ നിയമത്തിന്റെ മേന്മകൊണ്ടാണോ? ഇതാ ഞാൻ ചോദിക്കണേ. അത് നിങ്ങൾ പോയി എടുത്ത് വായിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അതൊക്കെ നിങ്ങൾ പോയി വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഈ പറയുന്ന സാധനം സ്ത്രീകളെ അനുവദിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് താലിബാൻ ആ സ്ത്രീകളെ അനുവദിക്കാത്ത? എന്തിന്റെ പേരിലാണ്? ഒരു മിനിറ്റ് നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാനും മറ്റൊക്കെ പോയിക്കോട്ടെ. ഖുർആനിൽ ഒരു ആയത്തുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കട്ടെ ഞാൻ. നിങ്ങൾ അന്വേഷിക്കും, നിങ്ങൾ തപ്പിപ്പിടിക്കൂ. അത് പിന്നെ സൗകര്യം പോലെ തപ്പിപ്പിടിക്കും. ഈ ചോദിച്ചത് നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ ഈ പറയുന്ന അനുവദിക്കുന്നുണ്ട് എങ്കിൽ അതെന്തുകൊണ്ട് താലിബാൻ അനുവദിക്കുന്നില്ല? അപ്പൊ ഖുർആനിൽ ആയത്തില്ല. അത് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. തുന്നൽ പഠിച്ച് വീട്ടിലിരിക്കുക, അതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കണതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഗുമസ്തപ്പണി എനിക്കില്ല. ഓക്കെ, നിങ്ങൾ പോയി തപ്പുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയൂ. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസങ്ങൾ അനുവാദം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് താലിബാൻ അത് അനുവദിക്കാത്തത്? താലിബാൻ പറയുന്നുണ്ട് അനിസ്ലാമികമാണെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്. അവര് വെക്കുന്നുണ്ടല്ലോ തെളിവ്. ആ തെളിവല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ? അതല്ലേ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ? പോയി കണ്ടാ പോരെ? അത് പറയും. നിങ്ങൾ നമ്മൾ പറയുന്ന സാധനങ്ങൾ നുണ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കുന്ന നോണ. അതെന്താ പറ്റാത്ത? അതാ പറഞ്ഞത്. ഞാനൊരു നുണയാണ് പറഞ്ഞതെന്ന് തന്നെ കൂട്ടാ. നിങ്ങൾ ആ നുണ പൊളിച്ച് കാണിക്കുക, അതല്ലേ വേണ്ടത്. നിങ്ങൾ ആ നുണ പൊളിച്ച് കാണിക്കേണ്ട പൊന്നുകോയ, അതല്ലേ വേണ്ടത്. അതാ പറയണേ, നിങ്ങൾ പോയി തെളിയിക്കൂ, അതല്ലേ വേണ്ടത്. അത് നുണയാണെന്ന് തെളിയിക്കൂ. മുഹമ്മദ് കോയനാണ് പേര്. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് നൂർ അധ്യായം ഞാൻ പറഞ്ഞു. ഇനി ബാക്കി നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. അതൊരു ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾ കാണാത്ത എന്റെ പ്രശ്നമല്ല. ഇല്ല, ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾ പോയി കണ്ടുപിടിക്കുക, എന്നിട്ട് വരൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതില്ലാന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ കാണാത്തോണ്ട് ഒരു സാധനം ഇല്ലാന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാണത്? അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല. എവിടെ കാണുമ്പോഴാണത്? ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കണ്ടിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പോ കീഴടങ്ങി കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വലതുവശത്തുനിന്ന് ഇടതുവശത്ത് കൈകാലുകൾ വെട്ടി മാറ്റുക എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ഈ ആയത്തുണ്ട്, പോയി കണ്ടുപിടിക്കും. അപ്പൊ ഇതും പോയി കണ്ടുപിടിക്കും. ഇതും ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയി കണ്ടുപിടിക്കൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ഇത് ഇസ്ലാമിൽ സ്ത്രീക്ക് അനുവാദം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളെ വിദ്യാഭ്യാസിക്കാനും ഈ പഠിക്കാനും ജോലി എടുക്കാനും താലിബാൻ അനുവദിക്കാത്ത? എന്തുകൊണ്ടാണ്? പറയൂ. പറഞ്ഞുതരാം. ഇവിടെ കേരളത്തില് കള്ള് കുടിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതല്ലല്ലോ, ഇസ്ലാമികമായിട്ട് അനുവദിക്കുന്നില്ല എന്നാണ് താലിബാൻ പറയുന്നത്. അതാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തെളിവ് അവര് പറയണം. അവര് പറയുന്നുണ്ടല്ലോ തെളിവ്. അവര് പറയുന്നുണ്ടല്ലോ തെളിവ്.
അത് നിങ്ങൾ ആരിഫ് വെക്ക്. അപ്പൊ അവര് പറയുന്നുണ്ടെന്നേ തെളിവ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഉപദേശിക്കണം, താലിബാൻ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ വിദ്യ അഭ്യസിക്കാതെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല, അവരെ ജോലിക്ക് വിടണം എന്റെ പൊന്ന് താലിബാനിക്കാന്ന് അവിടെയല്ലേ പോയി പറയേണ്ടത്, ഇവിടെയാണോ? ആരിഫ് താലിബാന്റെ ആളാണെങ്കിൽ ഞാൻ ഈ ലൈവിൽ വന്ന് പറയാം. അങ്ങനെ താലിബാൻ അതാ പറയണേ, നിങ്ങൾ അവിടെയല്ലേ പറയേണ്ടത്. ഇവിടെ സമസ്ത പണ്ട് ഇത് ഫത്വ ഇറക്കിയിരുന്നാണ്, അത് നിങ്ങൾക്ക് അറിയോ? സ്ത്രീകൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമസ്ത, കേരളത്തിലെ സമസ്ത പണ്ട് ഇവിടെ ഫത്വ ഇറക്കിയിട്ടുള്ളതാണ്, വിദ്യാഭ്യാസിക്കൽ സ്ത്രീകൾക്ക് ഹറാമാണ് എന്ന്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തെളിവ് കൊണ്ടുവരണം. അവര് തെളിവ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പോയി തപ്പോ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോ തെളിവ് എടുത്താൽ ഞാൻ നിങ്ങളുടെ ഗുമസ്തനല്ല. ഓക്കെ, അതാ പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യം സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടാ പോരെ. എന്തിനാണിത്? ഇതൊക്കെ മനപ്പാടം പഠിക്കേണ്ട കാര്യം എന്തുള്ള? നിങ്ങൾ പോയി കാണൂ, വീഡിയോ അതിലുണ്ടല്ലോ, സൗകര്യം പോലെ ഇരുന്ന് കാണുക, എന്നിട്ട് പോയിരുന്ന് തപ്പുക, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആരിഫിന്റെ വീഡിയോ നിങ്ങൾ പോയി കാണൂ, അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പോയി തപ്പി കാണൂ, അതല്ലേ വേണ്ടത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണാൻ. നിങ്ങൾ പോയി കാണൂ, കാണാൻ ശ്രമിക്കൂ, അതല്ലേ വേണ്ടത്. അപ്പൊ പിന്നെ ഈ ലൈവ് കട്ടാവൂലേ? പിന്നെ ആരിഫിന് നിങ്ങൾക്ക് കിട്ടുമോ? എന്തിനാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് അവിടെ കണ്ട അവിടെ എല്ലാ ഡീറ്റെയിലും അവിടെ കൊടുത്തിട്ടില്ലേ? ഇല്ല, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുത് എന്നൊരു ആയത്ത് ഞാൻ ഇവിടെ സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുന്നത് പാടില്ല എന്ന് ഇവിടുത്തെ സമസ്ത APEK സമസ്ത ഇവിടെ ഫത്വ ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? സമസ്ത ഇംഗ്ലീഷിനെ പറ്റി മുമ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ സ്ത്രീകൾ വിദ്യാഭ്യാസം പാടില്ലാണ്ട് പിന്നെ മദ്രസയിൽ എങ്ങനെ പോണവര്? എന്താ ഇത് 1930-കളിൽ ഇവിടെ ഈ സമസ്ത ഇറക്കിയ സാധനമാണ് ഈ പറയണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അതെന്തേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇസ്ലാം വേറെ ആയിരുന്നോ? അത് ചിലപ്പം ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് പറഞ്ഞായിരിക്കും. ഇനി അത് പറഞ്ഞാൽ മതി. അപ്പൊ അതിനു വേണ്ടിട്ട് എങ്ങനെയാ ഒരു സാധനം ഹറാമും ഹലാലും ആക്കല്? പറയാൻ പറ്റില്ല. ഇത്രയുള്ളോ ഈ ഇസ്ലാം എന്ന് പറയുന്നത്? തോന്നുന്നവർക്ക് പിടിച്ചിട്ട് ഇങ്ങനെ. നമ്മളിപ്പോ കൊറോണ വന്നപ്പോ പള്ളിയിൽ പോകണ്ട അറിഞ്ഞില്ലേ പോലിയന്മാര്? പള്ളിയിൽ പോകണ്ടെന്നല്ലേ പറഞ്ഞു? പള്ളി പോലെ ഹറാമാണെന്ന് പറഞ്ഞു. പോവരുത്, പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് പറഞ്ഞോ? ഇല്ലേ? പോവരുത് പറഞ്ഞ പിന്നെന്താ? ഹറാമാണെന്നാണോ? ഹറാമാണെന്ന് അറബിയിൽ പറയണമെന്നില്ല. പോവരുത്. പക്ഷെ ഇത് പറഞ്ഞ അങ്ങനെയല്ലല്ലോ, വിദ്യ അഭ്യസിക്കൽ പാടില്ല, അത് ഷറഹിൽ മക്രൂഹാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹറാമാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴോ പള്ളിയിൽ പോകരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആ മാതിരി അല്ല പറച്ചിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിദ്യ അഭ്യസിക്കൽ ഷറഹിൽ പാടില്ലാത്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അതാ ഞാൻ പറയുന്നത്. സമസ്ത കേരള താലിബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പോയിരുന്ന് കാണാം, വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമസ്ത കേരള താലിബാൻ എല്ലാ ഡീറ്റെയിൽ അതിനകത്ത്. സമസ്തയും താലിബാനും അപ്പൊ ഇസ്ലാം അല്ലേ? സമസ്തയും താലിബാനും ഇസ്ലാമാണോ? അല്ലേ? സമസ്തയിലും താലിബാനിലും ഇസ്ലാമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. അപ്പൊ നിങ്ങൾ 100% മുസ്ലിമാണോ? 100% ഞാൻ എങ്ങനെ മുസ്ലിം? അപ്പൊ 100% മുസ്ലിം ആരോ ഉള്ളത്? 100% മുസ്ലിം ആരിഫിന്റെ ലൈവ് തന്നെ വരാൻ പറ്റൂല എന്നൊക്കെ വരേണ്ടി. ആയിക്കോട്ടെ, മുഹമ്മദ് നബി 100% മുസ്ലിമാണോ? മുഹമ്മദ് നബി 100% മുസ്ലിമാണോ? അതെ, മുഹമ്മദ് നബി കഴിഞ്ഞിട്ട് ലോകത്ത് വേറെ ആരും. ഓക്കെ, അപ്പൊ മുഹമ്മദ് നബി ഈ അടിമയെ പൂശിയതും ഇതുപോലുള്ള പണി ഒപ്പിച്ചതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണോ? അടിമയെ പൂശി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല? അടിമയെ പൂശിയതുണ്ട്, ഖുറാനിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹദീസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ല, നമ്മുടെ കണ്ടിട്ടില്ലേ? ഉടമപ്പെടുത്തിയ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. അതെ, അപ്പൊ അത് ചെയ്യുന്നത് ശരിയാണോ ഒരു മുഹമ്മദ് നബി ചെയ്തത്? വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരിഫിന്റെ കീഴിലുള്ള സ്ത്രീകൾ. വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരിഫ, എന്റെ വീട്ടില് എന്റെ കീഴിലുള്ള, ഇപ്പൊ എന്റെ ഭാര്യ ആവട്ടെ, ഇനി അതല്ല ഞാൻ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവര് എന്റെ ഭാര്യമാരെ. വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യയല്ല, അത് അടിമയാണ്. ഓക്കെ, നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് അറിയാത്ത സാധനത്തിൽ കടന്ന് മെഴുകരുത്. വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറയുന്നാൽ അത് അടിമയാണ്. പോയി ഇസ്ലാം പഠിക്കാം. അടിമയാണ്, നിങ്ങൾക്ക് അറിയില്ല, പോയി പഠിക്കും. ഓക്കെ ഓക്കെ, മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന സ്ത്രീ ആരാണ്? ആരാ മാരിയത്തുൽ കിബിത്തിയ? വലം കൈ ഉടമപ്പെടുത്തിയതല്ല, അത് സമ്മാനം കിട്ടിയ അടിമയാണ്. ഓക്കെ, വലം കൈ. അപ്പൊ സമ്മാനം കിട്ടിയ അടിമയല്ലേ ഹഫ്സയുടെ കട്ടിലിട്ട് മുഹമ്മദ് നബി പൂശിയത്? അത് ശരിയാണോ?
ചേട്ടാ ഭാര്യനെ നമ്മൾ എന്താ ചെയ്യാ? മാര്യത്തിൽ കിബിത്തിയ ഭാര്യയല്ല, അടിമയാണ്. ആ ഭാര്യയെ സ്വന്തം ഭാര്യയുടെ കട്ടിൽ, ആ അടിമയെ സ്വന്തം ഭാര്യയുടെ കട്ടിലിട്ട് പൂശിയത് ശരിയാണോ തെറ്റാണോ? ഇതാ ഞാൻ ചോദിക്കണേ. പൂശിന്നല്ല പറയാ, ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുന്ന പോലെ ഇവരുമായി അല്ല, ഇത് കള്ളവടിയാണ്. ഭാര്യയെ പറ്റിച്ച് പുറത്തേക്ക് വിട്ടിട്ട് ആ സമയം നോക്കിയിട്ട് അടിമയെ പൂശുന്നതിന്, കള്ളവടി വെക്കുന്നതിന് പൂശാന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ കൊടുത്താൽ അത് എന്റെ വിഷയമല്ല, പക്ഷെ അത് പൂശലാണ്. ഞാൻ ചോദിക്കണത്, അത് ചെയ്ത മുഹമ്മദ് നബി 100% മുസ്ലിമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂല്ലേ? പറഞ്ഞുതരാ, കേക്ക് ഒറ്റയ്ക്ക് യെസ് ക്വസ്റ്റ്യൻ അല്ലല്ലോ അത്. യെസ് ഒക്കെ ഉണ്ടാവും, അത് പറ്റുമെങ്കിൽ ഉത്തരം പറയും. ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് വിവാഹത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അടിമയെ പൂശുന്ന കാര്യമാണ് പറയുന്നത്. അത് ശരിയോ തെറ്റോ? അത് പറയട്ടെ, അത് ആർക്കും മനസ്സിലാവാനാണ്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വെറുതെ കാടി കയറല്ലേ, സമയമില്ല. ചോദിച്ചാൽ ഉത്തരം പറയൂ. സ്വന്തം ഭാര്യയുടെ കട്ടിൽ, ഹഫ്സയുടെ കട്ടിൽ ഇട്ടിട്ട് മാര്യത്തിൽ കിബിത്തി എന്ന് പറയുന്ന സമ്മാനം കിട്ടിയ അടിമയെ ഭാര്യയെ പറ്റിച്ച് പുറത്തേക്ക് അയച്ച ആ ഗ്യാപ്പിൽ ഇട്ട് പൂശുന്നത് ഒരു 100% മുസ്ലിമിന് ചേർന്ന സാധനമാണോ? അല്ലേ? ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി വായിക്കുക, ഹദീസ് എടുത്ത് വായിക്കുക. പിന്നെന്താ ചെയ്തത്? അതാണ് പറഞ്ഞത്. പറയട്ടെ, അതിനാണ് സമയം ചോദിച്ചത്. ഇപ്പം ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് ആരിഫ് പൂശ എന്ന് പറയും. ഇവിടെ ഞാൻ പറഞ്ഞത് അടിമയെ പൂശുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഭാര്യയെ പൂശുന്നതെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം, അതിലെനിക്ക് തെറ്റൊന്നും പറയാനില്ല. ഓക്കെ, ആരിഫ് സ്ത്രീകളുമായിട്ട് പുരുഷൻ ബന്ധപ്പെടുന്നതിന് പൂശുക. ഞാൻ അങ്ങനെ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ആരിഫിന്റെ പിതാവ് ആരിഫിന്റെ ഉമ്മാനെ പൂശിയിട്ടാണ് ആരിഫ് ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. തൽക്കാലം നിങ്ങൾ ഇത് കേൾക്കാം. തൽക്കാലം ഇത് കേൾക്കാം. And that their consent did not matter in this relationship. They were fully owned, and the master had the right to all of the woman. In essence, generally in classical Islamic thought, it is taken for granted that a Muslim man can have up to 4 wives at once. In addition to the 4 wives, he can have an unlimited number of concubines, which refer to women who are basically have slave status. When they are owned by her master, a woman owned by her master has to freely give herself to the master. The master has the right to have sexual relations with her as though she were one of his wives. The believers are those who guard their private parts except from their wives and what their right hands possess. But curiously enough, while this is often interpreted to mean that a man could have sexual relations with his female slaves, it is never interpreted to mean that a woman could have sexual relations with her male slaves. എന്താ പറഞ്ഞത്? ഒന്നാമത് ഇംഗ്ലീഷ് അധികം എനിക്ക് വലിയ അറിവില്ല, അതുകൂടെ ഈ മാതിരി ഇംഗ്ലീഷ് നമുക്ക് തീരെ മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ സൗകര്യം പോയി കാണും. ഓക്കെ, ഇതിന്റെയൊക്കെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമ്മളിവിടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് അടിമയെ പൂശിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കിത് ഇനി ഇതിൽ കൂടുതൽ തെളിവ് വരാനൊന്നും നമുക്ക് പറ്റൂല. കയ്യിലുള്ള സാധനം ഞാൻ തന്നു, നിങ്ങൾ പോയി വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് സമയമില്ല, അടുത്ത ലൈവ് ഇതേ ഇപ്പൊ തുടങ്ങും, അതിലേക്ക് കിടക്കാനുള്ളതാണ്. ഓക്കെ, അതെ, നിങ്ങൾ പോയിട്ട് ഇതൊക്കെ നോക്കുക. ആ സൂറത്ത് നൂർ എടുത്ത് വായിക്കുക. അതുപോലെ ഈ ഹഫ്സയുടെ അതെ, സ്വന്തം വാപ്പ ഉമ്മാനെ പൂശിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടായത്, ഒരു സംശയമില്ല. അതേപോലെ സ്വന്തം ഭാര്യയുടെ കട്ടിലിൽ അടിമയെ പൂശിയിട്ട് തന്നെയാണ് ഇബ്രാഹിമും ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തൽക്കാലം കോയ ചെല്ലു. അതെ, പൂശേണ്ട ഒരു പൂശും. മുഹമ്മദ് നബിയും പൂശിയിട്ടുണ്ട്. മുഹമ്മദ് നബി നല്ല അസൽ പൂശലുകാരനാണ്, ഒരു സംശയമില്ല. ഓക്കെ, പൂശിയിട്ട് തന്നെയാണ്. മുഹമ്മദ് നബിക്ക് പൂശാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് പൂശിക്കൂടെ? മുഹമ്മദ് നബിക്ക് പൂശാമെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും പൂശാൻ കോയ. നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? അതന്നെയാണ് നമ്മൾ ചോദിക്കണത്. അങ്ങനെ വഴിക്കുക, അതന്നെയാണ് നമ്മൾ പറയണത്. മുഹമ്മദ് നബിക്ക് പൂശാമെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും പൂശാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതെ, ആ സാധനം മുഹമ്മദ് നബി അടിമയുടെ മേത്തും ചെയ്തിട്ടുണ്ട്, അതും ഭാര്യയെ പറ്റിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം ഭാര്യയെ പറ്റിച്ചിട്ട് അടിമയെ പൂശിയ ആളെ 100% മുസ്ലിം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന് സൗകര്യമില്ല. ഓക്കെ, നമുക്ക് അതിന് സൗകര്യമില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞോളൂ. 100% മുസ്ലിം നമുക്ക് സൗകര്യമില്ല. ഓക്കെ, പേടിത്തോണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അടുത്ത ലൈവിലേക്ക് പോകണം. നിങ്ങൾ ഇതൊന്നും കാണാതെ ഇത് വായിച്ചാലും മനസ്സിലാവില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല, മലയാളം പറഞ്ഞാലും പിടിയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവുന്ന ഇപ്പൊ എനിക്ക് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. നിങ്ങൾ യോജിക്കാതിരുന്നോ, അത് നമ്മുടെ പ്രശ്നമില്ല. ആ, പറഞ്ഞു. അടിമന്റെ കാര്യം പറഞ്ഞു നിർത്താം. അതായത് ഇപ്പൊ എനിക്ക് 2 ഭാര്യ ഉണ്ടെങ്കിൽ മറ്റേ ഭാര്യനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് ബന്ധപ്പെടുന്നുണ്ട്, നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കുവോ?
അതിപ്പോ എന്റെ വിഷയമല്ല. നിങ്ങൾ നിങ്ങളെ ഭാര്യമാരും 4 ഭാര്യമാരും ഒക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യം എന്റെ വിഷയമല്ല, അതെന്റെ വിഷയമല്ല. പക്ഷെ അതെ ശരിയാണ്. അതെ, അതായത് അതുകൊണ്ടാണല്ലോ ഹഫ്സ തിരിച്ചു വന്നിട്ട് മുഹമ്മദ് നബിയെ 4 കാലിൽ നിർത്തി അവിടെ മുഹമ്മദ് നബി മാപ്പ് പറയുന്ന അവസ്ഥ ഉണ്ടായത്. മാപ്പ് പറയുന്ന അവസ്ഥ ഉണ്ടായത് അതല്ലേ? എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആയത്ത് ഇറക്കി വീണ്ടും പൂശിയ ആളല്ലേ മുഹമ്മദ് നബി? നിങ്ങൾ വെറുതെ ആ കഥയൊന്നും ഇനി പറയിപ്പിക്കല്. ഇതൊക്കെ പറഞ്ഞ് നാറ്റക്കേസായിട്ട് ഇരിക്കുന്ന സാധനമാണ്. ഓക്കെ, നിങ്ങൾ പറയണ ആ മേന്മയൊന്നും ഇതിനില്ല എന്റെ പൊന്നു കോയ. മുഹമ്മദ് നബി അടിമയെ ഇതുപോലെ ഭാര്യയെ പറ്റിച്ച് വിട്ട് പൂശിയത് ഭാര്യ കൈയോടെ പിടികൂടി. അത് എന്നിട്ട് ചോദ്യം ചെയ്തപ്പോ മാപ്പ് പറഞ്ഞു, അങ്ങനെ മാറി നിന്നു, അങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് വീണ്ടും ആയത്തെ ഇറക്കിപ്പിച്ചു, എന്നിട്ട് വീണ്ടും പൂശി. ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. അപ്പൊ ആ കള്ളത്തരം നമ്മളിവിടെ വെറുതെ ഇനി വീണ്ടും എഴുന്നള്ളിപ്പിക്കല്ലേ പ്ലീസ്. എനിക്ക് 2 ഭാര്യ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ ഭാര്യനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ചെയ്യൂല. അത് നിങ്ങൾ ചെയ്യാതിരുന്നോ? പക്ഷെ മുഹമ്മദ് നബിയുടെ കാര്യമല്ലേ നമ്മളിവിടെ പറയുന്നത്. മുഹമ്മദ് നബിക്ക് ഇമ്മാതിരി ഒന്നുമല്ല. മുഹമ്മദ് നബി കല്യാണം പോലും കഴിക്കാതെ കണ്ട തോട്ടത്തിൽ നിൽക്കുന്ന പെണ്ണിന്റെ അടുത്ത് വരെ പോയിട്ട് കളി തരുമോ കരളെന്ന് ചോദിച്ച ആളാണ് മുഹമ്മദ് നബി. ഇതിനെ 100% മുസ്ലിമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വിവാഹമൊക്കെ 2-3 എണ്ണം കഴിച്ചിട്ടുണ്ട്. എന്തേ ഇപ്പൊ കൂടെ ഇല്ല, എല്ലാവരും എന്നെ ഇട്ടിട്ട് ഓടി. എങ്ങനെ? അതന്നെ ഞാൻ പറയണത്. എങ്ങനെ ഉണ്ടാവുക? ഇതേപോലെ മുഹമ്മദ് നബിക്ക് പറ്റിയത് എനിക്കും പറ്റി. ഞാൻ അടിമയെ പൂശുമ്പോ അവരെന്നെ കൈയോടെ പിടികൂടി. അതാണ് ഉണ്ടായത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മുഹമ്മദ് നബി ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് ചെയ്തു നോക്കിയതാ. അതോടുകൂടി എന്റെ പരിപ്പളകി. അതാണ് ഉണ്ടായത്. അതാ പറഞ്ഞേ, മുഹമ്മദ് നബി ചെയ്തെന്ന് വെച്ചപ്പോ എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അതാണുള്ള പ്രശ്നം. മാപ്പാക്കണം. അതെന്നെ പറഞ്ഞത്. മുഹമ്മദ് നബി ഭാര്യ കാണാൻ പാടില്ല പോട്ടെ, ഇത് അടിമയെ പൂശണത് കണ്ടു, അതല്ലേ പ്രശ്നമായത്. അതാ പറഞ്ഞേ, അടിമയെ പൂശണത് കണ്ടു, അതാ പ്രശ്നമായത്. മനസ്സിലായോ? മുഹമ്മദ് നബി അടിമയെ പൂശി, അതാണ് ഉണ്ടായത്. അതും സമ്മാനം കിട്ടിയ അടിമയാണ് പൂശിയത്. അതും കൂടി ഒന്ന് ആലോചിക്കാം. മുഹമ്മദ് നബി ലോകത്ത് പ്രശസ്തനാണ്. ആരിഫിന്റെ കാര്യം പറഞ്ഞ ആരിഫിന് ഇപ്പൊ നിലവിൽ ഭാര്യ ഉണ്ടോ? ഞാനതാ പറഞ്ഞത്. ഞാനിത് മുഹമ്മദ് നബി ചെയ്ത കാര്യം ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് വടി പിടിച്ചിരിക്കുന്ന ആളാണ്. മനസ്സിലായോ? അതാണ് ഈ പറയുന്നത്. മുഹമ്മദ് നബി ചെയ്ത സാധനം നമ്മൾ ചെയ്തെന്ന് ജയിലിൽ കിടക്കും. ഇപ്പൊ 6-ാം വയസ്സിൽ ആയിഷ പോയി കെട്ടി. ഞാൻ പോയിട്ട് ഒരു 6-ാം വയസ്സിൽ ഒരു കുട്ടീനെ കെട്ടി എന്റെ അവസ്ഥ എന്തായിരിക്കും? പോക്സോ കേസാണ് ഉണ്ടാവുക. ഞാൻ ഉണ്ടതിന്നും കോയ അതാണ് ഉണ്ടാവുക. മനസ്സിലായോ? അതായത് 6-ാം വയസ്സിൽ ഇന്നൊരാൾ മുഹമ്മദ് നബി ഇന്നാണ് ജീവിക്കുന്നത്. ഇന്ന് പോയിട്ട് 6-ാം വയസ്സിൽ ആയിഷയെ കെട്ടിയാൽ മുഹമ്മദ് നബി ഉണ്ടല്ലോ ഇവിടെ ഉസ്താദുമാര് കിടക്കുന്ന ജയിലിൽ കിടക്കും. ഈ പോക്സോ കേസിൽ മനസ്സിലായോ? പോക്സോ കേസിൽ അവിടെ ഉണ്ടെന്ന് കിടക്കും മുഹമ്മദ് നബി. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് കേൾക്കൂ. അതായത് 100% മുസ്ലിം ആണോ, 100% മുസ്ലിം ആവാനുള്ള ക്വാളിറ്റി മുഹമ്മദ് നബിക്ക് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ അടിമയെ പൂശിയതിനെ ന്യായീകരിക്കുകയാണ്. ഈ 6-ാം വയസ്സിൽ ആയിഷയെ കെട്ടിയതിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഈ ഭാര്യയെ പറ്റിച്ച് ആ കട്ടിലിട്ടിട്ട് അടിമയെ പൂശുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഇതിനോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഇതിന് സമയം കളയുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ചെല്ലു കോയ. അത് കഴിഞ്ഞു, ഇനിയില്ല. എനിക്ക് സമയമായി പോവാൻ സമയം. പെട്ടെന്ന് പറയും. വേഗം പറയൂ. ഞാൻ പറഞ്ഞല്ലോ സമയമില്ലാതെ പറയണേ. 2 minutes. ഈ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ചിട്ടാണ് മുഹമ്മദ് നബി മരണപ്പെട്ടു പോയത്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഇതേ ആയിഷ നബി സമ്പൂർണ്ണ പരാജയം. അതാ പറഞ്ഞ, ഇതേ ആയിഷ ചെറിയ കുട്ടിയായിരിക്കും മുഹമ്മദ് നബിയുടെ ശുക്ലം ചുരണ്ടിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ പറയണം. പറ്റുമോ? എന്നിട്ടും അതാ പറയണത്. ഈ കുട്ടിയായ ആയിഷയെ കൊണ്ട് മുഹമ്മദ് നബിയുടെ ശുക്ലം ചുരണ്ടിച്ചിട്ടുണ്ട്. അതാ പറയണത്. ഇതേ ആയിഷയെ കൊണ്ട് മുഹമ്മദ് നബിയുടെ ശുക്ലം, കുട്ടിയായ ആയിഷയെ കൊണ്ട് ശുക്ലം ചുരണ്ടിച്ചിട്ടുണ്ട്. ഇതാണ് മഹാനായ മുഹമ്മദ് നബി. ഓക്കെ, ശരി, ചെല്ലു. ഓക്കെ, ആവശ്യത്തിന് അതെ, എനിക്ക് മുഹമ്മദിനെ പോലെ കുട്ടിയെ കെട്ടി പൂശാൻ പറ്റുന്നില്ല. അതിന്റെ വിഷമാണ്. അതിന്റെ വിഷമാണ്. എനിക്ക് കുട്ടിയെ കെട്ടാൻ പറ്റുന്നില്ല, എനിക്ക് അടിമയെ പൂശാൻ കിട്ടുന്നില്ല. അതിന്റെ വിഷമാണ്. മാപ്പാക്കണം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.